ലഹരിയുടെ മഹാവിപത്തിനെതിരെ ഒരുമിച്ച് നേരിടുമെന്ന് പ്രഖ്യാപിച്ച് പയ്യാനക്കൽ ചക്കുംകടവ് പ്രദേശത്തെ ജനങ്ങൾ ജനകീയ മനുഷ്യച്ചങ്ങല തീർത്തു. പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക, സാമൂഹിക, സാമുദായിക രംഗങ്ങളിലെ വിവിധ സംഘടനകളും ചേർന്നാണ് മനുഷ്യച്ചങ്ങലയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചത്. ലഹരിയും മയക്കുമരുന്നുകളും ഉപയോഗിക്കാതെ ഒരു ആരോഗ്യമുള്ള ജീവിതം നയിക്കുമെന്നും പയ്യാനക്കൽ ചക്കുംകടവ് പ്രദേശത്തെ കോർപ്പറേഷൻ കൗൺസിലർമാരായ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, M ബിജുലാൽ, N ജയശീല എന്നിവർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ വെച്ചാണ് ജനകീയ സമിതിക്ക് രൂപം നൽകിയത്. പ്രാദേശികാടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രതിരോധത്തിന് നേതൃത്വം നൽകുമെന്ന് മനുഷ്യച്ചങ്ങല പ്രഖ്യാപിച്ചു. തീരദേശ മേഖലയിലെ റെയിലോരവും കടലോരവും ലഹരി മാഫിയയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ബോധപൂർവം ശ്രമം നടക്കുകയാണെന്നും ലഹരി വിൽപ്പനക്കാരുടെ വലയിൽ വീഴുന്നവരുടെ എണ്ണം പ്രദേശത്ത് ദൈനംദിനം വർദ്ധിക്കുകയാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തത്. പയ്യാനക്കൽ, കപ്പക്കൽ, ചക്കുംകടവ് എന്നീ വാർഡുകളിലെ ഓരോ പ്രദേശത്തും പ്രതിരോധ സ്ക്വാഡുകൾ രൂപീകരിച്ച് ഇത്തരം നീക്കങ്ങളെ ചെറുക്കുമെന്ന് വിവിധ രാഷ്ട്രീയ, സാമുദായിക, സാമൂഹ്യ സംഘടനാ നേതാക്കൾ പറഞ്ഞു. കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമ സംവിധാനം, നീതിന്യായ വ്യവസ്ഥ ശക്തമായി ഇടപെടുന്നതാണ്. ആ കേസുകൾ കൊണ്ടൊന്നും നമ്മുടെ സർക്കാർ സംവിധാനം കൊണ്ട് മാത്രം, നമ്മുടെ എൻഫോഴ്സ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ, കുറവുകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ നാട്ടിൽ സ്വാധീനം ചെലുത്തപ്പെട്ട ഈ ഒരു വലിയ സാമൂഹ്യം. ജനങ്ങളുടെ നീക്കങ്ങൾക്ക് പോലീസും എല്ലാ പിന്തുണയും നൽകുമെന്നും പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.